വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പറയണം. നമ്മൾ നിരവധി പേർക്കൊന്നും ഒരു പരുക്കും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ പരുക്കുണ്ടായത് തന്നെ നിഗൂഢമാണ്. ഈ പറഞ്ഞിരിക്കുന്ന MP-യുടേതാണ്. MP അവിടെ ഉണ്ടാക്കിയ പരുക്ക് എങ്ങനെയെന്നതൊക്കെ വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെല്ലാം പുറത്തു വരും. അവിടെ പരുക്കുള്ളത് 2 DYSP-മാർക്ക് പരുക്കാണ്. ഹരിപ്രസാദ് വടകര DYSP-ക്ക് സാരമായ പരുക്കാണ്. പേരാമ്പ്ര DYSP സുനിലിനും നല്ല പരുക്കാണ്. 6 പോലീസുകാരും ഹോസ്പിറ്റലിലാണ്. പോലീസുകാർക്കാണ് പരുക്ക്. ഇദ്ദേഹം വന്ന് ചെയ്തത് പോലീസിനെ അറ്റാക്ക് ചെയ്താണല്ലോ. കാരണം ഞങ്ങളാരും അവിടെ ഇല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ. കാരണം ഞങ്ങളെ പ്രവർത്തകരൊക്കെ ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞാണ്, റോഡിൽ നിൽക്കരുതെന്ന് പറഞ്ഞാണ്. പിന്നെ ഞങ്ങളോട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് പോലീസിനോട് നേരിടുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഡിമോറലൈസ് ചെയ്യുക, അതിനൊരു കാരണം കണ്ടെത്തുക എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നും എന്താ ഇതിൽ കാണേണ്ടത്? ആ വസ്തുതയാണല്ലോ നമ്മൾ പറയേണ്ടത്. അല്ലാതെ മറ്റൊരു സംഘടനമോ ടിയർ ഗ്യാസ് പ്രയോഗിച്ചല്ല. ടിയർ ഗ്യാസ് ഇയാള് കയ്യേറ്റം നടത്തുന്ന സമയത്ത് DYSP-യുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണത്. കാര്യം കൂടെ ഷാഫി പറമ്പിൽ ഇന്നലെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ശബരിമല വിഷയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തിയത്, സർക്കാരാണ് ഇതിന് മുൻകൈ എടുത്തതാണ് എന്നാണ്. ഇയാൾക്ക് എന്താ ഇപ്പം പറയുന്നതെന്ന് അറിയില്ല. ശബരിമല വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം എന്താ ശബരിമല വിഷയം ഇപ്പം എന്തുണ്ടായി എന്നുള്ളത്. ഹൈക്കോടതി യോജിച്ച കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് ആരാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്തതെന്നും അവരുടെ പിറകിൽ ആരെല്ലാം ഉണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ നാട് മുഴുവൻ മനസ്സിലാക്കിയതാണല്ലോ. അപ്പോൾ അയാളിപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ സത്യത്തിൽ പേ ഇളകിയ രീതിയിലാണ് അയാൾ എന്താ സംസാരിക്കുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. രാവിലെ സംസാരിച്ചല്ല അയാൾ ഉച്ചക്ക് സംസാരിച്ചല്ല അയാൾ വൈകുന്നേരം സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനവും ആക്ഷേപവും പറയുന്ന കാഴ്ചയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. അപ്പം എല്ലാറ്റിനെയും രാഷ്ട്രീയമായി എന്ത് പച്ച നുണയും വെച്ച് പിടിപ്പിച്ച് പ്രചരിപ്പിക്കുക എന്നതിനപ്പുറത്തൊന്നുമില്ല. ഇതെല്ലാം അവനവൻ കുഴിച്ച കുഴിയിൽ വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് തപ്പി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കുതന്ത്രങ്ങൾ പറയുക എന്നല്ലാതെ ഇതെല്ലാം നാളെ അല്ലെ മറ്റന്നാൾ വളരെ കൃത്യമായി ഇതിന്റെ സത്യമെല്ലാം ജനം നന്നായിട്ട് അറിയും. ഒരു തരത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു ഭയവും ഞങ്ങൾക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യമല്ല ഈ ലോകം തന്നെ ആ കാര്യത്തിനകത്ത് ജനാധിപത്യപരമായി ജനങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ച ഒരു ഭരണമാണ് സഖാവ് പിണറായിയുടെ ഭരണം. അതായത് ഇന്നലെ ടിയർ ഗ്യാസും ഗ്രനേഡും ഉൾപ്പെടെ വലിയ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു നടപടിയിലേക്കൊക്കെ പോലീസ് കടക്കാൻ മാത്രം ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പറയണം. നമ്മൾ നിരവധി പേർക്കൊന്നും ഒരു പരുക്കും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ പരുക്കുണ്ടായത് തന്നെ നിഗൂഢമാണ്. ഈ പറഞ്ഞിരിക്കുന്ന MP-യുടേതാണ്. MP അവിടെ ഉണ്ടാക്കിയ പരുക്ക് എങ്ങനെയെന്നതൊക്കെ വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെല്ലാം പുറത്തു വരും. അവിടെ പരുക്കുള്ളത് 2 DYSP-മാർക്ക് പരുക്കാണ്. ഹരിപ്രസാദ് വടകര DYSP-ക്ക് സാരമായ പരുക്കാണ്. പേരാമ്പ്ര DYSP സുനിലിനും നല്ല പരുക്കാണ്. 6 പോലീസുകാരും ഹോസ്പിറ്റലിലാണ്. പോലീസുകാർക്കാണ് പരുക്ക്. ഇദ്ദേഹം വന്ന് ചെയ്തത് പോലീസിനെ അറ്റാക്ക് ചെയ്താണല്ലോ. കാരണം ഞങ്ങളാരും അവിടെ ഇല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ. കാരണം ഞങ്ങളെ പ്രവർത്തകരൊക്കെ ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞാണ്, റോഡിൽ നിൽക്കരുതെന്ന് പറഞ്ഞാണ്. പിന്നെ ഞങ്ങളോട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് പോലീസിനോട് നേരിടുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഡിമോറലൈസ് ചെയ്യുക, അതിനൊരു കാരണം കണ്ടെത്തുക എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നും എന്താ ഇതിൽ കാണേണ്ടത്? ആ വസ്തുതയാണല്ലോ നമ്മൾ പറയേണ്ടത്. അല്ലാതെ മറ്റൊരു സംഘടനമോ ടിയർ ഗ്യാസ് പ്രയോഗിച്ചല്ല. ടിയർ ഗ്യാസ് ഇയാള് കയ്യേറ്റം നടത്തുന്ന സമയത്ത് DYSP-യുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണത്. അതെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ ജനം കാണുന്നില്ല കംപ്ലീറ്റ്. അപ്പൊ അതിനെ വളച്ചൊടിച്ചിട്ട് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസത്യം സത്യമാകുമോ? ഒരിക്കലും ആവില്ലല്ലോ. ഏതായാലും പേരാമ്പ്രയിൽ നടന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ M. മെഹബൂബ്.
ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.